കേരളത്തിൽ ഇന്ന് വന്ദേ ഭാരത് ട്രെയിൻ മൂന്നാമതും എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കൊഴുക്കുന്നു. അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. കേരളത്തിൽ ബുള്ളറ്റ് ട്രെയിൻ വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അതിൽ വ്യക്തത തന്നെ വരുത്തിയിട്ടുണ്ട്. കേരളം സ്ഥലം കണ്ടെത്തി നൽകുകയാണെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിലും വരുമെന്ന് പറയുന്നു. ഇപ്പോൾ കുറച്ചു നാളുകളായി നമുക്ക് പരിശോധിച്ചാൽ അറിയാം, വികസനവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ കേരളത്തിൽ സംസാരിക്കുന്ന ഒരു നേതാവ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. മറ്റ് LDF സർക്കാരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വികസനത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അത് മുഹമ്മദ് റിയാസ് ആണ്. ഫ്ലെക്സുകളിലൂടെ മാത്രമാണ്. ആരെങ്കിലും, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും മറ്റ് ഏതെങ്കിലും പ്രാദേശികമായി തന്നെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആദ്യം അവിടെ ഓടിയെത്തി ഒരു 300 രൂപയുടെ ഫ്ലെക്സ് അടിച്ചു വെക്കുക എന്നതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ രീതി. മറിച്ച് അങ്ങനെയല്ല, സുരേഷ് ഗോപിക്ക് തന്റെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അദ്ദേഹം ചെയ്യുന്നത് മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു നോക്കിയാൽ 1 കോടി രൂപയുടെ മുടക്കിയാണ് ശക്തൻ മാർക്കറ്റ് നവീകരിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനമുണ്ട്. കോടാനുകോടി രൂപ മുടക്കി റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കും. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട്. പിന്നീട് അവിടെ ആകാശപാതകൾ നിർമ്മിച്ചു. അങ്ങനെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെട്രോയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പറയുന്നുണ്ട്. മെട്രോ അത് കോയമ്പത്തൂർ വരെ നീട്ടുമെന്ന രീതിയിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് 1 വർഷമല്ലേ ആകുന്നുള്ളൂ. അപ്പോൾ 5 വർഷത്തിനുള്ളിൽ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ വരും. അതിനിടയിലാണ് ഈ ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രിയും കേരളവുമായി ബന്ധപ്പെട്ട് പലതവണ ആവർത്തിക്കുന്ന കാര്യമാണ് സ്ഥലം കണ്ടെത്തി നൽകുക. ഇത്തരം ട്രെയിനുകൾ ഇവിടെ ഓടിക്കുവാൻ ഈ സീറോ കർവ് എന്നോ വളവില്ലാത്ത പാതകൾ, കൃത്യമായി തന്നെ വളവില്ലാത്ത പാതകൾ ലഭിച്ചാൽ മാത്രമേ ഈ വന്ദേ ഭാരത് അടക്കമുള്ളവ കൂടുതൽ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. സുരേഷ് ഗോപി മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ വന്ദേ ഭാരത് കേരളത്തിൽ ഓടുന്ന പശ്ചാത്തലത്തിൽ മറ്റു ട്രെയിനുകളെ പിടിച്ചിടേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനെല്ലാം ഈ വളവുകൾ നികത്തിയാൽ മാത്രമേ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കിടയിൽ നിന്ന് വികസനം മാത്രം സംസാരിക്കുന്ന ഒരു വികസന നായകനായി മാറുകയാണ്. അത് തൃശ്ശൂരിൽ അതിന്റെ എല്ലാം പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങി. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ തുടക്കം ശക്തൻ മാർക്കറ്റിൽ നിന്നായിരുന്നു. ഇനി അത് നാം റെയിൽവേയുമായി ബന്ധപ്പെട്ട് കാണാം, ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കാണാം, റോഡുമായി ബന്ധപ്പെട്ട് കാണാം. അങ്ങനെ തൃശ്ശൂരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റങ്ങൾ അതിന്റെ സമീപ ജില്ലകളിലും വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് പല വികസന പ്രവർത്തനങ്ങളും വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ സുരേഷ് ഗോപിയെ കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില ഗ്രൂപ്പുകളും ചില വിഭാഗക്കാരും അദ്ദേഹത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത് നാം കാണുന്നതാണ്. കാരണം കേരളത്തിന്റെ ചരിത്രം തന്നെ അറിയാമല്ലോ. ഇടതു വലതു മുന്നണികൾ മാത്രം വിജയിച്ചിരുന്ന ആ മേഖലയിലേക്ക് ഇദ്ദേഹത്തിന്റെ കടന്നുവരവ് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ തമ്പ്രാനെന്നും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലേക്കും അദ്ദേഹം സവർണനാണ്, തമ്പുരാനാണ്, തമ്പ്രാനാണെന്ന രീതിയിലുള്ള ഈ പ്രസ്താവനകൾ നടത്തുന്നതിന് പിന്നിലുള്ള കാര്യം എന്താണ്? ഇത് മാത്രമാണ്. ഈ വിമർശിക്കുന്നവർ എപ്പോഴും AC-യിലും അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെല്ലാം അറിയാം, അദ്ദേഹം ആ കറുപ്പ് കാറിൽ അങ്ങ് ഒരു നിഴൽ പോലെ പറന്നു പോവുകയാണ്. ഈ സുരേഷ് ഗോപിയോ അദ്ദേഹം ഈ കലുങ്ക് ചർച്ചയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പല പരിപാടികളിലൂടെ ജനങ്ങൾക്കിടയിൽ ഇരുന്നാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിക്കുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും നേതാക്കൾക്കെതിരെയും വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നേതാക്കൾ വരും. ഈ സുരേഷ് ഗോപിയെ വിമർശിക്കുന്ന നേതാക്കൾ AC-യിൽ ഇരുന്ന് വിമർശിക്കുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പൂർണ്ണ ആത്മവിശ്വാസം ഉള്ളത്. ആ ആത്മവിശ്വാസം നാം ഇലക്ഷന് മുൻപും കണ്ടിരുന്നു. ഇലക്ഷന് മുൻപ് അദ്ദേഹം ആദ്യമായി അവിടെ മത്സരിക്കാൻ വരുന്ന 2009 തെരഞ്ഞെടുപ്പിലാണല്ലോ. അതിവേഗമായിരുന്നു അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് തന്നെ നമുക്കറിയാം. അവിടെ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഒരാഴ്ചയിലധികം പ്രചരണം നടത്തുകയും പിന്നീട് തുഷാർ വെള്ളാപ്പള്ളിയെ വയനാട്ടിലേക്ക് മാറ്റി സുരേഷ് ഗോപി അവിടെ മത്സരിക്കാൻ വരികയാണ്. അദ്ദേഹത്തിന് അന്ന് വെറും 17 ദിവസം മാത്രമാണ് പ്രചരണത്തിന് ലഭിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയം രുചിച്ചു. പിന്നീട് അദ്ദേഹം അവിടെ കൃത്യമായി നിന്ന് പ്രവർത്തിച്ച് ഈ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവരോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് SG കോഫി
എന്ന് പറയുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ പരിഹാരം കണ്ടെത്തി അതിൽ ഉപദേശങ്ങൾ നൽകി കൃത്യമായി പ്രവർത്തിച്ച ഘട്ടത്തിലായിരുന്നു 2024 ആ വലിയ മിന്നും വിജയം, 75,000-ലധികം വോട്ടിന്റെ വിജയം കൊയ്തത്. അങ്ങനെ വിജയം കൊയ്തത് ശേഷം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം എന്താണ്? തൃശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോൾ 2024 മുൻപ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം തുടരുന്നത്. അത് തുടരുന്നത് എന്തുകൊണ്ടാണ്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തെരഞ്ഞെടുപ്പും അത് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ തന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അദ്ദേഹം പല വികസന പദ്ധതികളും അവിടെയുള്ള പല പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ വാർഡുകളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ അത് തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ തന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, അത് തൃശൂർ കോർപ്പറേഷനിലായാലും അവിടെ തൃശൂർ MLA-യും ലഭിക്കുന്നതിലൂടെ ആ രീതിയിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിനും കൃത്യമായ ബോധ്യമുണ്ട്. അവിടുത്തെ BJP നേതാക്കൾക്കും ബോധ്യമുണ്ട്. അതിനെ അനുസൃതമായാണ് അദ്ദേഹം പ്രവർത്തിച്ചു പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബുള്ളറ്റ് ട്രെയിനിന്റെ കാര്യമാണ്. ബുള്ളറ്റ് ട്രെയിൻ വരികയാണെങ്കിൽ അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം മെട്രോ റെയിൽ വരാൻ തന്നെ വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടാകുന്നു. പിന്നീട് കേരളത്തിന്റെ വികസനം നമുക്കറിയാമല്ലോ. 1 കിലോമീറ്റർ റോഡ് അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ റോഡിന് വേണ്ടി 5 വർഷം എടുക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ കരമന കളിക്കാവിള തിരുവനന്തപുരത്തെ ഒരു പ്രദേശമുണ്ട്. അവിടെ സർക്കാരാണ് ഈ റോഡിന്റെ വികസനം വരുന്നത്. ഓരോ 5 വർഷത്തിലും 10 കിലോമീറ്റർ വീതം 10-20 കിലോമീറ്റർ വീതം മാത്രമാണ് ഈ റോഡിന്റെ വികസനം ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ അതിന്റെ വികസനം തുടങ്ങുന്നത് അച്യുതാനന്ദൻ സർക്കാരാണ്. അച്യുതാനന്ദൻ സർക്കാർ 5 വർഷം കൊണ്ട് ഒരു 10 കിലോമീറ്റർ വികസനം കൊണ്ടുവന്നെങ്കിൽ അടുത്ത് ഉമ്മൻചാണ്ടി വരുമ്പോൾ 5 കിലോമീറ്റർ, അടുത്ത് പിണറായിയുടെ ആദ്യത്തെ സർക്കാർ 5 കിലോമീറ്റർ, അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് അതിൽ നിന്നും കുറെ അഴിമതി പണം അടിച്ചു മാറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. വേഗത കുറവാണ്. അത് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ചില ചാനലുകളുണ്ട്, പ്രമുഖ മാധ്യമങ്ങളും ചില വ്യക്തികളോടും കേരളത്തിൽ വികസനം വരണം, വികസനത്തിലൂടെ കേരളത്തിൽ മാറ്റം വരണം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം സംഘപരിവാറാണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. വികസനം എന്ന് പറയുമ്പോൾ അത് BJPയുടെ അജണ്ടയാണെന്ന് ഈ മാധ്യമ പ്രവർത്തകർ പോലും വിശ്വസിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ എന്തായാലും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർ ഇത് വിമർശനത്തിന്റെ രീതിയിൽ ഉന്നയിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ നോക്കുന്നത് എന്താണ്? മികച്ച റോഡുകളും മികച്ച റെയിൽവേയും വന്ദേ ഭാരത് അടക്കമുള്ള പല ആശുപത്രികൾ, അങ്ങനെ സാധാരണക്കാർക്ക് പെൻഷൻ, കർഷകരുടെ അക്കൗണ്ടിൽ 6,000 രൂപ ഉൾപ്പെടെ വരുന്നു. അങ്ങനെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇനി ആവശ്യം വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഇവിടെ തിരുവിതാംകൂർ ഭരണം നടത്തിയിരുന്ന കാലത്ത് ഉണ്ടാക്കിയ കോളേജുകളിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജും ആ രീതിയിലുള്ള അന്ന് എന്താണോ അവർ കൊണ്ടുവന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ ഒരു മാറ്റങ്ങളും അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അയൽ സംസ്ഥാനം തമിഴ്നാട് ഉൾപ്പെടെ കർണാടക ഉൾപ്പെടെ വലിയ രീതിയിൽ അവർക്ക് എല്ലാ വ്യവസായങ്ങൾ വരുന്നു, അവർ വിദ്യാഭ്യാസപരമായി മുന്നേറുന്നു. അങ്ങനെയെല്ലാം പറയുമ്പോൾ നാം ഇപ്പോഴും നിൽക്കുന്ന 90-ന്റെ കാലഘട്ടത്തിലാണ്. ആ 90-ൽ അവിടെ എല്ലായിടങ്ങളിലും 8 വരി പാത വരുമ്പോൾ നാം ഇപ്പോൾ ഈ 4 വരിയും 6 വരിയുമായി ചുരുങ്ങി പോവുകയാണ്. അപ്പോൾ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം ഇപ്പോൾ തുടക്കത്തിൽ തുറന്നു പറയുന്നതും ചിന്തിക്കുന്നതും സുരേഷ് ഗോപി മാത്രമായി ചുരുങ്ങുകയാണ് കേരളത്തിൽ.